ഹലോ ഫ്രണ്ട്സ്, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെബ് ടെക്നോളജിയുടെ ക്ലാസ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ഐ ബട്ടൺ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. കുറേ അധികം പോപ്പുലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു മേക്ക് വെബ് പേജസ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ബ്രെൻറ്റൺ എച്ച്. അദ്ദേഹം നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് എല്ലാ വെബ് ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇത് പോപ്പുലർ ആവാനുള്ള കാരണം. ദെൻ നമുക്ക് രണ്ട് രീതിയിൽ ജാവാസ്ക്രിപ്റ്റിനെ HTML കോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് HTML കോഡിൻ്റെ ഉള്ളിൽ നമുക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് മെത്തേഡ് ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് HTML ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റ്റേണൽ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ .js എന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് ഒക്കെ സേവ് ചെയ്യണത്. സോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ്. ഇതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ക്ലയൻറ്റ് സൈഡിലുള്ള ഫോമിൻ്റെ വാലിഡേഷന് വേണ്ടിയിട്ടാണ്. എന്താണ് വാലിഡേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിമ്പിൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ വെബ് പേജസിൽ ആനിമേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ അജാക്സ്. അജാക്സ് ഈസ് അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അജാക്സ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് വെബ്സൈറ്റുകളുടെ സ്പീഡ് അതുപോലെ തന്നെ പെർഫോമൻസ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അജാക്സ് എന്ന ടെക്നോളജി. അതുപോലെ തന്നെ മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫോമിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് വരികയാണെന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനെയുള്ളത് അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് ആ വെബ് പേജ് റീലോഡ് ആവാതെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് അജാക്സ് ആണ്. ഓക്കെ, അതായത് ഒരു പേജ് റീലോഡ് ആവാതെ അതിൻ്റെ ഡൈനാമിക് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അജാക്സ്. ഓക്കെ, ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് അജാക്സ് ഓൺ എ വെബ്സൈറ്റ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ദ എൻറ്റയർ പേജ് ടു ബി റീലോഡഡ് ഫോർ ഡിസ്പ്ലേയിങ് ഡൈനാമിക് കണ്ടൻറ്റ് ഓൺ വെബ് പേജസ്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു ഫോം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ യൂസ് നെയിം കൊടുക്കുന്നു, പാസ്വേഡ് എടുക്കുന്നു, ദെൻ ലോഗിൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വെബ് പേജിൽ അല്ലെങ്കിൽ വീണ്ടും ആ വെബ് പേജ് വീണ്ടും ലോഡായതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കിട്ടുന്നത് അല്ലേ. ബട്ട് അജാക്സ് എന്ന ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ പേജ് ലോഡ് ആവാതെ തന്നെ, അതായത് പേജ് വീണ്ടും ലോഡ് ആവാതെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഇതാണ് അജാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് ദ VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് ഈസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ബേസ്ഡ് ഓൺ ദ പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിഷ്വൽ ബേസിക്. പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള വിഷ്വൽ ബേസിക് ബേസ് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റിന് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടും. ക്ലയൻറ്റ് സൈഡിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസറിൽ മാത്രമാണ്. ബാക്കിയുള്ള ബ്രൗസേഴ്സിൽ ഇതിൻ്റെ കോഡ് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയോ ഡിസ്പ്ലേ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ